ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും അതുപോലെ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൻ്റെ വിധി പ്രസ്താവനയുടെയൊക്കെ ഇടയ്ക്ക് അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ, മിക്കവാറും നമ്മുടെ മലയാള പത്രങ്ങളിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ സൂചനകൾ പോലും നിങ്ങൾ ഒരിക്കലും കേട്ടുകയില്ല എന്നെനിക്ക് ഏതാണ്ട് ഉറപ്പുണ്ട്. അമേരിക്കയുടെ ദേശീയ തലസ്ഥാനമായ വാഷിങ്ടൺ DC ആണ് പ്രസിദ്ധമായിട്ടുള്ള ക്യാപിറ്റോൾ ബിൽഡിംഗ്. ക്യാപിറ്റോൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രമാണ്. ആ ക്യാപിറ്റോളിൽ അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടി വലിയ സംഭാവനകൾ അർപ്പിച്ച ആളുകളുടെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജോർജ് വാഷിങ്ടൺ ഉണ്ട്, അബ്രഹാം ലിങ്കൺ ഉണ്ട്, തിയോഡർ റൂസ്വെൽറ്റ് ഉണ്ട്, ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഉണ്ട്, പിന്നെ മാർട്ടിൻ ലൂതർ കിങ് ഉണ്ട്, പ്രസിദ്ധരായ ചില സെനറ്റർമാരും കോൺഗ്രസ് മെമ്പർമാരും ഒക്കെ ഉണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരും ഉണ്ട്, വിദ്യാഭ്യാസ വിചക്ഷണരും ഉണ്ട്. അവിടെ ഈ കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവമാണ്. അവിടെ ഏതാണ്ട് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ആ പെൺകുട്ടി കയ്യിൽ ഒരു പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപത്തിലാണ് പ്രതിമ. ആ പ്രതിമ വൽക്കരിക്കപ്പെട്ട പെൺകുട്ടിയുടെ പേര് ബാർബറ റോസ് ജോൺസ് എന്നാണ്. ഈ ബാർബറ ആരാണെന്ന് വെച്ചാൽ അതിനൊരു ചരിത്രമുണ്ട്. അവർ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ്, വെർജീനിയയിലെ ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയാണ്. 16 വയസ്സുള്ള സമയത്ത് ഇവർ ഒരു ആക്ടിവിസ്റ്റായിട്ട് മാറി. അവർ പഠിച്ചിരുന്ന വിദ്യാലയത്തിൽ 200 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കറുത്ത വർഗ്ഗക്കാർ മാത്രം പഠിക്കുന്ന സ്കൂളായിരുന്നു. അമേരിക്കയിൽ പണ്ട് അങ്ങനെയായിരുന്നു, സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്നാണ് പറയുന്നത്. കറുത്ത വർഗ്ഗക്കാർക്കും വെളുത്ത വർഗ്ഗക്കാർക്കും പ്രത്യേകം വിദ്യാലയങ്ങളുണ്ട്. കറുത്ത വർഗ്ഗക്കാർ പോകുന്ന സ്കൂളിൽ വെളുത്ത വർഗ്ഗക്കാർക്ക് അഡ്മിഷൻ വേണ്ട. വെളുത്ത വർഗ്ഗക്കാർ പോകുന്ന സ്ഥലത്ത് കറുത്ത കുട്ടികളെ എടുക്കുകയുമില്ല. ഇതായിരുന്നു സ്ഥിതി. സംഭവം നടക്കുന്ന 1951 അന്ന് ഈ വംശവെറിയന്മാർ അമേരിക്കയിൽ കൊടി കുത്തി വാഴുന്ന കാലമാണ്. പ്രത്യേകിച്ച് ഡെമോക്രാറ്റ് പാർട്ടിയിലാണ് ഈ മാതിരി ഗുണ്ടകൾ കൂടുതലുണ്ടായിരുന്നത്. അതും തെക്കൻ സംസ്ഥാനങ്ങളിലാണ്. ഇപ്പോൾ വെർജീനിയ തെക്കൻ സംസ്ഥാനമാണ്. അവിടെ പണ്ട് അടിമത്തം ഉണ്ടായിരുന്ന പ്രദേശമാണ്. വർണ്ണവെറിയന്മാരും ധാരാളമുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് ഈ 16 വയസ്സുള്ള പെൺകുട്ടി സ്കൂളിലെ മൊത്തമുള്ള 450 കുട്ടികളെ ചേർത്ത് വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നത്. ആ പ്രക്ഷോഭം അമേരിക്കയിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും പിന്നീട് അത് കോടതി വ്യവഹാരത്തിലേക്ക് പോവുകയും അവസാനം ഫെഡറൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കേസ് പരിഗണിക്കുകയും ചെയ്തു. അതാണ് വിഖ്യാതമായിട്ടുള്ള ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു കേസാണ്. ഇപ്പോൾ ഇതിലാണ് ചീഫ് ജസ്റ്റിസ് എൽ വാറൻ പ്രസിദ്ധനാണ്. അമേരിക്കൻ കൃഷയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് എൽ വാറൻ്റെ വിഖ്യാതമായ ജഡ്ജ്മെൻറ്റ് ഈ കേസിലാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു സെപ്പറേറ്റ് മീൻസ് അൺഈക്വൽ. സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വിദ്യാലയങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള റെസ്റ്റോറൻറ്റ്, പ്രത്യേകമായിട്ടുള്ള ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ്, ബസ്സിൽ, സർക്കാർ ബസ്സിൽ, KSRTC ബസ്സിൽ മുൻപിലത്തെ സീറ്റിൽ വെളുത്ത വർഗ്ഗക്കാരും പുറകിലത്തെ സീറ്റിൽ കറുത്ത വർഗ്ഗക്കാരും ഇരിക്കുന്നു. സെപ്പറേറ്റ് മീൻസ് അൺഈക്വൽ. പ്രത്യേകം എന്ന് പറഞ്ഞാൽ തന്നെ അതുല്യമാണ്, രണ്ടും തുല്യമല്ല എന്ന വിധി വന്നു. അപ്പോൾ ആ വിധിയിലേക്ക് നയിച്ച ഈ പോരാട്ടങ്ങളുടെ തുടക്കം കുറിച്ച മഹതിയാണ് ആര്? അന്ന് 16 വയസ്സുണ്ടായിരുന്ന ബാർബറ ജോൺസ്. ഈ ബാർബറയുടെ പ്രതിമയാണ് ഇപ്പോൾ ക്യാപിറ്റോൾ ബിൽഡിങ്ങിൽ സ്ഥാപിച്ചത്. അതിന് വിർജീനിയ സ്റ്റേറ്റാണ് ഇവരുടെ പ്രതിമ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നേരത്തെ ആ സ്ഥാനത്തിരുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഓരോ സ്റ്റേറ്റുകളാണ് ഓരോരുത്തരുടെ പ്രതിമ സ്പോൺസർ ചെയ്തത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്നത് അമേരിക്കൻ സിവിൽ വാറിൽ തെക്കൻ സംസ്ഥാനങ്ങൾ നയിച്ച വിഖ്യാതനായ ജനറലുണ്ട്, റോബർട്ട് ഈ ലീ വലിയൊരു പോരാളിയായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം അമേരിക്കയുടെ രാഷ്ട്രപിതാവായിരുന്ന ജോർജ് വാഷിങ്ടൻ്റെ മകളുടെ ഭർത്താവും കൂടിയാണ്. ജോർജ് വാഷിങ്ടൻ്റെ ഡയറക്റ്റ് മകളല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആദ്യ വിവാഹത്തിനുള്ള മകളുടെ ഭർത്താവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഉണ്ടായിരുന്ന. ആ പ്രതിമ അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ആ സ്പേസ് ഒഴിഞ്ഞു കിടക്കരുന്നു. അവിടെയാണ് ബാർബറയുടെ പ്രതിമ വെച്ചത്. ഇപ്പം ഞാൻ എന്തിനാണ് ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഈ കഥ പറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടണം. ഞാൻ ആലോചിക്കരുന്നു, നമ്മുടെ കേരള നിയമസഭയിൽ ഇതുപോലെ കുറേ ആൾക്കാരുടെ പ്രതിമകൾ വെക്കേണ്ട. സി കേശവൻ്റെ, TM വർഗീസിൻ്റെ, പിന്നെ പട്ടം നാണുള്ള സാറിൻ്റെ, EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒക്കെ പ്രതിമകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ കാറ്റും വെളിച്ചവും കൊണ്ട് കാക്കയ്ക്ക് വിസർജിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് നിയമസഭയുടെ അകത്ത് വയ്ക്കുകയാണെങ്കിൽ ക്യാപിറ്റോൾ പോലെ ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ വെക്കുമ്പോൾ ആ കൂട്ടത്തിൽ
ഭാവിയിൽ നമ്മുടെ ജെയ്സി തോമസിൻ്റെ അല്ലെങ്കിൽ ആർഷോയുടെ ആൻഡുശ്രീയുടെ ഒക്കെ പ്രതിമകളും കൂടി വെക്കാനുള്ളൊരു സൗകര്യം കിട്ടും. അപ്പോൾ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ബാർബറയുടെ പ്രതിമയുടെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് പുസ്തകം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ആർഷോയുടെ പ്രതിമ വയ്ക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സ്പീക്കർ ഷംസീറിൻ്റെയും നിയമസഭാ സെക്രട്ടറിയുടെയും അതുപോലെ മറ്റ് യോഗ്യന്മാരുടെയൊക്കെ ശ്രദ്ധ ഇക്കാര്യത്തിലേക്ക് ക്ഷണിക്കും. നമുക്ക് കേരള നിയമസഭയെ അമേരിക്കയുടെ ക്യാപിറ്റൽ ബിൽഡിംഗ് പോലെ ആക്കണം. ഇനിയിപ്പോൾ നിയമസഭയിലെ സ്ഥലസൗകര്യം കുറവാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ വെച്ചാലും മതി. എനിക്ക് ആ ഒരു നിർബന്ധമില്ല. ഏതായാലും എല്ലാവരുടെയും ചിന്ത ആ വഴിക്കും തിരിയട്ടെ എന്ന് മാത്രം എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.